ഈ ഒരു എപ്പിസോഡ് തുടങ്ങുമ്പോഴത്തേക്കും 2015 ഒരു വാലന്റൈൻസ് ഡേ ഒക്കെയാണ് കാണിക്കുന്നത്. ലൂവും ഷെന്നിനെ ചെന്ന് കണ്ടിട്ട് അവൾക്ക് ഫ്ലവേഴ്സ് ഒക്കെ നൽകുന്നു. മാത്രമല്ല, ഷെന്നിന് ഇപ്പോൾ ഒരു ലെറ്റർ ഒക്കെ കിട്ടിയിട്ടുമുണ്ട്. ഈ ഒരു ലെറ്റർ ലൂ 2 വർഷങ്ങൾക്ക് മുമ്പ് അയച്ച ഒന്നായിരുന്നു. 2 വർഷങ്ങൾക്ക് മുമ്പ് ഷെന്നിനെ കണ്ടപ്പോൾ തന്നെ നമ്മളൊരു കപ്പിൾ ആകുമെന്നൊക്കെ എനിക്ക് അത്രയ്ക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ടാണ് ഞാനും അന്ന് നിനക്ക് വേണ്ടി ഈ ഒരു കത്തൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നത്. ഫ്യൂച്ചർ ഗേൾഫ്രണ്ടിന് വേണ്ടി എഴുതിയ കത്ത് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഗേൾഫ്രണ്ടിനെ സ്വന്തമാക്കുവാനായിട്ടായിരുന്നു പിന്നീട് ഞാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ലൂവും ഷെന്നിനോട് പറയുന്നു. എന്തായാലും ഇതേ സമയത്ത് തന്നെ നീ എന്നെ വിവാഹം കഴിക്കാമോ എന്നൊക്കെ അവളുടെ അടുത്ത് അവനും ചോദിക്കുന്നു. അവളും അതിനൊക്കെ തന്നെ സമ്മതിക്കുന്നുമുണ്ട്. പിന്നീട് ആ ഒരു സീനൊക്കെ കട്ടായതിനു ശേഷം 2024 സീൻസ് ഒക്കെ കാണിക്കുന്നു. ലൂവും ഒരു ഇൻഫോർമേഷൻ ഒക്കെ അറിഞ്ഞിട്ട് ഇപ്പോൾ ഷെന്നിനെയും അത് അറിയിക്കുന്നു. അവരുടെ കൂടെ വർക്ക് ചെയ്ത ഹ്വാങ് എന്ന വ്യക്തിക്കായിരുന്നല്ലോ അസുഖമൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ ലു കുറച്ച് അന്വേഷണമൊക്കെ നടത്തിയത് വഴി ഹ്വാങ്ങിനും ഒരു ക്ലിനിക്കിൽ നിന്നും ഒരു പാഴ്സലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്ന ഡീറ്റെയിൽസ് എല്ലാം തന്നെ ലോയിനും കിട്ടിയിരിക്കുകയാണ്. അതിന്റെ ഫോട്ടോയൊക്കെ ഷെന്നിനും അവൻ കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ ഇരിക്കെ ഉറപ്പായിട്ട് ഹ്വാങ്ങിന് ഈ ഒരു ടീമിൽ കൂടുന്നതിന് മുമ്പായിട്ട് തന്നെ അസുഖമൊക്കെ ഉണ്ടായിരിക്കണം. അതുകൊണ്ടായിരിക്കാം ഈ ഒരു ക്ലിനിക്കും ഹ്വാങ്ങിന് വേണ്ടി മരുന്നൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരിക്കുക എന്നൊക്കെ ഷെന്നും സംശയിക്കുന്നു. പാഴ്സലിൽ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്ന നമ്പറൊക്കെ വെച്ചിട്ട് ക്ലിനിക്കിലേക്ക് ഷെന്നും കോളൊക്കെ ചെയ്ത് നോക്കുകയാണ്. ഈ ഒരു പാഴ്സലൊക്കെ കൊണ്ടുവന്ന ആളാണെന്നുള്ള രീതിക്കൊക്കെ ആയിരുന്നു ഷെൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും എന്തായിരുന്നു പാഴ്സലിൽ ഉണ്ടായിരുന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അപ്പുറത്തെ സൈഡിലുണ്ടായിരുന്ന സ്ത്രീ ആകട്ടെ അതില് ബുള്ളറ്റൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നതെന്നും യുദ്ധത്തിന് പോകുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ തയ്യാറാക്കി കൊടുത്തതായിരുന്നുവെന്നൊക്കെ അവളുടെ അടുത്തും പറയുന്നു. ഹ്വാങ്ങിന് അസുഖമൊക്കെ നേരത്തെ വന്ന് താക്കുവാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അത് തെളിയിക്കുന്ന രീതിക്കുള്ള എന്തെങ്കിലും ഒരു എവിഡൻസ് നമ്മൾ കണ്ടെത്തിയേ മതിയാകൂ എന്നൊക്കെ ഷെനും ലൂവിന്റെ അടുത്തൊക്കെ പറയുന്നു. അങ്ങനെ ഇരിക്കെ ടീമിന്റെ അടുത്തു നിന്നും ഹ്വാങ്ങിന്റെ കുറച്ച് ദൃശ്യങ്ങളൊക്കെ കളക്ട് ചെയ്യുകയാണ് ഷെനും. അങ്ങനെ ഒരുപാട് വീഡിയോസ് ഒക്കെ ചെക്ക് ചെയ്തതിനിടയ്ക്ക് നിന്നും ഹ്വാങ് ഇടയ്ക്കിടയ്ക്കായിട്ട് എന്തോ ഒന്ന് കുടിക്കുന്നതായിട്ടൊക്കെ അവളുടെ ശ്രദ്ധയിലും പെട്ടിട്ടുണ്ടായിരുന്നു. ലൂവിന്റെ അടുത്തും ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെ പറയുമ്പോഴത്തേക്കും ഹ്വാങ്ങിന്റെ കൂടെ താമസിച്ചിട്ടുണ്ടായിരുന്ന ആൾക്കാർ അവൻ എപ്പോഴും ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ചൈനീസ് ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ലൂവും പറയുന്നു. ഒരു പക്ഷേ മരുന്നുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആയിരിക്കാം അവനും കുടിച്ചിട്ടൊക്കെ ഉണ്ടാവുക. ഒരു കാര്യം ചെയ്യാം, നമ്മൾ നേരത്തെ പാഴ്സലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു ക്ലിനിക്ക് വരെ നമുക്ക് ഒന്ന് പോയി നോക്കാം. അവിടെ ചെന്നിട്ട് ഡോക്ടറിന്റെ കയ്യിൽ നിന്നും ഡീറ്റെയിൽസ് ഒക്കെ മേടിക്കുകയാണെങ്കിൽ ഈ ഒരു കേസിൽ നമുക്കത് ഒരുപാട് ഗുണകരമാകുമെന്ന കാര്യമൊക്കെ ലൂവും ഷെനിന്റെ അടുത്ത് പറയുന്നു. അങ്ങനെ പിറ്റേ ദിവസം ലൂവും ഷെനും കൂടി തയ്യാറായിട്ട് ക്ലിനിക്കിലേക്കൊക്കെ പോവുകയാണ്. പക്ഷെ അവരങ്ങനെ സംസാരിച്ച് നടന്നു പോകുന്നതെല്ലാം തന്നെ ജിയോയും കണ്ടിട്ടുണ്ടായിരുന്നു. ക്ലിനിക്കുള്ള സ്ഥലത്തൊക്കെ ഇപ്പോൾ ഷെനും ലൂവും കൂടി ചേർന്ന് എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ എവിടെയാണ് കൃത്യമായി ക്ലിനിക്കുള്ളതെന്നൊന്നും തന്നെ അറിയത്തില്ലാത്തത് കൊണ്ട് തന്നെ അവിടെ ഇരുന്നിട്ടുണ്ടെന്ന കുറച്ചു പേരുടെ അടുത്തൊക്കെ ഷെനും ക്ലിനിക്ക് എവിടെയാണെന്നൊക്കെ ചോദിക്കുന്നു. പക്ഷെ അവരും എന്ത് കാര്യത്തിനായിരുന്നു വന്നതെന്നൊക്കെ ചോദിച്ചിട്ട് ഷെൻ ഡോക്ടറിന്റെ പേരൊക്കെ പറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു ഡോക്ടർ ഒരുപാട് മാസങ്ങൾ മുമ്പ് തന്നെ ഇവിടെ നിന്നൊക്കെ പോയിട്ടുണ്ടായിരുന്നു എന്നൊരു മറുപടിയൊക്കെയാണ് അവരും ഷെന്നിന് കൊടുക്കുന്നത്. ഹ്വാങ്ങിന് പാഴ്സൽ വന്നിട്ട് അധികം നാളൊന്നും തന്നെ ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഡോക്ടർ ഇവിടെ നിന്ന് പോയെന്നൊക്കെ പറയുന്നത് ഉറപ്പായിട്ടും ഒരു കള്ളമാണെന്നൊക്കെ ഷെന്നും ഉറപ്പിക്കുന്നു. ഷെനും ലൂവും കൂടി ചേർന്നിട്ട് ഒരു കടയിലൊക്കെ ചെന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചതിന് ശേഷം ഷെനിന് വയറ്റിന് ഒട്ടും തന്നെ സുഖമില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ അടുത്ത് ഏതെങ്കിലും ഒരു ക്ലിനിക്ക് ഉണ്ടോ എന്നൊക്കെ അവിടെ ഉണ്ടായിരുന്ന സ്ത്രീയുടെ അടുത്തൊക്കെ ചോദിക്കുകയാണ്. ആദ്യം അടുത്ത് ക്ലിനിക് ഒന്നും ഇല്ല എന്നൊക്കെ അവർ പറയുന്നുണ്ടെങ്കിൽ പോലും ഷെന്നും ലൂവും ഒരുപാട് നിർബന്ധിച്ചൊക്കെ കഴിയുമ്പോഴത്തേക്കും ഞാനും ഒരു ഡോക്ടറിനെയൊക്കെ കോൺടാക്ട് ചെയ്യാം, നിങ്ങളും വെയിറ്റ് ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവരും ഒരാളെയൊക്കെ കോൾ ചെയ്യുന്നു. കുറച്ചു നേരമൊക്കെ കഴിയുമ്പോഴത്തേക്കും ഹ്വാങ്ങിന്റെ സഹോദരനും കുറച്ച് ആൾക്കാരും കൂടി കൂടിയിട്ട് ലൂയിനെയും ഷെന്നിനെയും കാണുവാനായിട്ടൊക്കെ എത്തുന്നു. എന്റെ സഹോദരൻ ഹോസ്പിറ്റലിൽ കിടക്കുവാനുള്ള കാരണക്കാർ പോലും നിങ്ങളാണ്. അങ്ങനെ ഇരിക്കെ വീണ്ടും അവനിട്ട് പണി കൊടുക്കാനായിട്ടാണോ നിങ്ങളും ക്ലിനിക്കൊക്കെ അന്വേഷിച്ചെത്തിയതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് അയാളും ഒരുപാട് ദേഷ്യപ്പെടുകയൊക്കെയാണ്. മാത്രമല്ല, ലൂവിനെ ഷെന്നിനെ ഉപദ്രവിക്കുന്നതിന്റെ തൊട്ട് വക്കിൽ വരെ എത്തുമ്പോഴത്തേക്കും ലൂവും അവിടുന്ന് പോകാമെന്നൊക്കെ സമ്മതിക്കുന്നു. അതുകൂടാതെ അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാർ പോലും ലൂവിനെ ഷെന്നിനെയും അവിടെ നിന്നും പറഞ്ഞു വിടുവാനായിട്ടായിരുന്നു ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് പോലും. അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് ആൾക്കാർ വീഡിയോസും മറ്റൊക്കെ എടുക്കുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ലൂവും കൂടുതൽ പ്രശ്നമൊന്നും ഉണ്ടാക്കുവാനായിട്ട് പോകാതിരുന്നത്. നമ്മൾ ആരാണെന്നും എന്താണെന്നൊക്കെ അറിഞ്ഞിട്ടാണല്ലോ ഹ്വാങ്ങിന്റെ സഹോദരനെ സംസാരിച്ചത്. അങ്ങനെ ഇരിക്കെ ഉറപ്പായിട്ട് നമ്മളിവിടെ എത്തുന്ന കാര്യം ആരോ ഒരാൾ അവരെ അറിയിച്ചിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ ഇവരും ഉറപ്പിക്കുന്നു. ഈ ഒരു സമയത്തായിരുന്നു ഒരു കുട്ടി ബോളൊക്കെ വെച്ചിട്ട് ലൂവിനിട്ട് എറിയുന്നത്. മാത്രല്ല, ആ കുട്ടിയും ക്ഷമയൊക്കെ ചോദിക്കുന്ന സമയത്ത് ഷെന്നും ഇതൊരു അവസരമായിട്ടൊക്കെ എടുക്കുന്നു. ലൂവിന് ബോളൊക്കെ എറിഞ്ഞത് കൊണ്ട് തന്നെ പരിക്ക് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ അടുത്ത് ഏതെങ്കിലും ക്ലിനിക് ഉണ്ടെങ്കിൽ ഞങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോകാമോ എന്നൊക്കെ ഷെൻ കുട്ടികളോടായിട്ട് ചോദിക്കുമ്പോഴത്തേക്കും അതില് ഒരു കുട്ടിയും ഇവിടെ ഡോക്ടർ വാങ്ങിക്കുണ്ട്, അയാൾ നല്ലൊരു ഡോക്ടറാണ്, ഞങ്ങളും നിങ്ങളെ അയാളുടെ ക്ലിനിക്കിലേക്കൊക്കെ കൂട്ടിക്കൊണ്ട് പോകാമെന്ന് പറഞ്ഞ് അവരെയും കൂട്ടിക്കൊണ്ടു പോകുന്നു.
ഹ്വാങ്ങിന്റെ വൈഫും ഹ്വാങ്ങിന്റെ സഹോദരന്റെ അടുത്ത് ഒരിക്കൽ കൂടി ഷെന്നും ലുവും നമ്മുടെ നാട്ടിൽ കാല് കുത്തുവാനായിട്ട് പാടില്ല, എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ അവിടെ നിന്നും ഓടിക്കണമെന്ന രീതിക്കൊക്കെയാണ് ഫോണിലും സംസാരിക്കുന്നത്. അങ്ങനെ ഇരിക്കെ ഹ്വാങ്ങിനെയും വൈഫിനെയും കാണുവാനായിട്ട് ഇപ്പോൾ ക്വിൻ കൂടി എത്തിയിരിക്കുന്നു. ക്വിന്നിന്റെ അടുത്ത് കേസിനെ കുറിച്ചൊക്കെ കൂടുതലായിട്ടൊക്കെ വൈഫ് ചോദിക്കുമ്പോഴത്തേക്കും നമ്മൾ നിലവിൽ പറഞ്ഞിട്ടുള്ളത് വലിയൊരു തുകയൊക്കെയാണ്. ഇത്രയും തുകയൊക്കെ അവർക്ക് തരുവാനായിട്ട് സാധിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ പ്രശ്നമുണ്ടാക്കാതെ പണമൊക്കെ ഒന്ന് കുറയ്ക്കുകയാണെങ്കിൽ ഒരു പക്ഷേ എങ്ങനെയെങ്കിലും അവരും പണമൊക്കെ നൽകിയേക്കാമെന്നൊക്കെ ക്വിൻ പറയുന്നു. എന്നാൽ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, കോടതിയിൽ കേസുമായിട്ടൊക്കെ പോകാം. കോടതി വരെയൊക്കെ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ പറയുന്ന തുകയൊക്കെ കിട്ടുന്നതായിരിക്കും എന്നൊക്കെ വൈഫ് പറയുമ്പോഴത്തേക്കും കോടതി വരെയൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും പെട്ടെന്ന് തുകയൊന്നും കിട്ടുകയില്ല. എങ്ങനെയൊക്കെ പോയാലും ഒരു 2 വർഷത്തോളം എടുക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഇത്രയും വലിയ തുകയൊക്കെ പറയുകയാണെങ്കിൽ ആ ഒരു തുക തരുന്നതിനിടയ്ക്ക് അവർക്ക് ബാക്കിയുള്ള എംപ്ലോയീസിന് സാലറി കൊടുക്കാനായിട്ട് സാധിക്കുകയില്ല. അവർക്ക് ഷോയും കണ്ടിന്യൂ ചെയ്യുവാനായിട്ട് കഴിയുകയില്ല. സോ നമുക്കായിരിക്കും കൂടുതൽ നഷ്ടമൊക്കെ ഉണ്ടാവുക എന്ന രീതിക്കാണ് ക്വീൻ സംസാരിക്കുന്നത്. പക്ഷെ ആ ഷോയിൽ പങ്കെടുത്തത് കൊണ്ടാണ് എന്റെ ഹസ്ബൻഡിന് ഈ ഒരു അവസ്ഥയ്ക്ക് ഉണ്ടായത്. മാത്രമല്ല എനിക്കധികം വിദ്യാഭ്യാസം ഒന്നും തന്നെ ഇല്ല. ഇവൻ കൊണ്ടുവരുന്ന സാലറി കൊണ്ടാണ് ഞങ്ങളും ജീവിച്ചു പോകുന്നത്. അങ്ങനെ ഇരിക്കെ ഇത്രയും വലിയൊരു അസുഖമൊക്കെ വന്നത് കൊണ്ട് തന്നെ അവന് ഉറപ്പായിട്ടും റെസ്റ്റ് എടുക്കേണ്ടതായിട്ടുണ്ട്. സോ ഞങ്ങളുടെ ഫാമിലിയുടെയും കാര്യം നോക്കുവാനായിട്ട് ഇത്രയേറെ തുക ഞങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ട് എന്ന രീതിക്കൊക്കെ വൈഫും സംസാരിക്കുന്നു. ഈ റൂമിൽ നിന്ന് ട്രഡീഷണൽ ആയിട്ടുള്ള മെഡിസിന്റെ ഒക്കെ മണം കിട്ടുന്നുണ്ടല്ലോ എന്നൊക്കെ ക്വിൻ പറയുമ്പോഴത്തേക്കും അവിടെ ഉണ്ടായിരുന്ന ഒരു ഫ്ലാസ്ക് ഒക്കെ കാണിക്കുകയാണ്. ഈ ഒരു ഫ്ലാസ്കിൽ ശരിക്കും ചൈനീസ് മെഡിസിൻ ഒക്കെയാണ് ഉള്ളത്. എങ്കിൽ പോലും ആ ഒരു റൂമിൽ മറ്റു മരുന്നുകളൊന്നും ഇല്ല എന്നും അവന് കുടിക്കാനുള്ള ഒരു ടോണിക് മാത്രമാണ് ഞാൻ ഉണ്ടാക്കി വെച്ചതെന്നുമൊക്കെയാണ് വൈഫും ഇപ്പോൾ പറയുന്നത്. എന്ത് കാര്യമുണ്ടെങ്കിലും എന്നോട് തുറന്ന് പറഞ്ഞോളാനൊക്കെ ക്വീൻ പറയുന്നുണ്ടെങ്കിൽ പോലും വൈഫും ഒരു കാര്യങ്ങളും ഇപ്പോൾ അവളോട് പറയുവാനായിട്ട് തയ്യാറാകുന്നില്ല. ഇപ്പോൾ ലൂവും ഷെനും കൂടി ഡോക്ടറിന്റെ അടുത്തേക്ക് എത്തിയിരിക്കുന്നു. ഡോക്ടറും ലൂവിനൊരു കുഴപ്പവും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോകാനായിട്ടൊക്കെ തുടങ്ങുന്ന സമയത്ത് ഞങ്ങളൊരു പ്രശ്നത്തിലൊക്കെ പെട്ടിരിക്കുകയാണ്. ഹ്വാങ്ങിനെയൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഹ്വാങ്ങിന്റെ അസുഖത്തെക്കുറിച്ചൊക്കെ നിങ്ങളും കൂടുതലായിട്ടൊക്കെ എന്നോട് പറയാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഷെന്നും നിൽക്കുന്നു. പക്ഷേ ഡോക്ടറും ഒന്നും തന്നെ പറയുവാനായിട്ട് തയ്യാറാകാതെയൊക്കെ ഇരിക്കുമ്പോഴത്തേക്കുമായിരുന്നു നേരത്തെ പോയിട്ടുണ്ടായിരുന്ന കടയുടെ ഓണറും അതുപോലെ തന്നെ ഹ്വാങ്ങിന്റെ സഹോദരനും ഒരുപാട് ആൾക്കാരും കൂടി അവിടേക്കൊക്കെ ഓടിയെത്തുന്നത്. നിങ്ങളോട് ഈ നാട്ടിൽ ഇനി ഉണ്ടാവാനായിട്ട് പാടില്ല എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞതല്ലേ എന്നൊക്കെ പറഞ്ഞു ആകെ ദേഷ്യപ്പെട്ട് അവർ വന്നിട്ട് ലൂനെ ഉപദ്രവിക്കാനായിട്ടൊക്കെ ശ്രമിക്കുമ്പോഴത്തേക്കും ഡോക്ടറിന്റെ വൈഫും അവിടേക്ക് ഓടിയിരുന്നു. മാത്രല്ല ഹ്വാങ്ങിന്റെ സഹോദരനെ അവൾ തല്ലിയതിനു ശേഷം ഇതെന്റെ ഹസ്ബൻഡാണ്, ഞങ്ങളെ വേർപിരിക്കുവാനായിട്ട് ആരെയും ഞാൻ അനുവദിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ലൂവിന്റെ കൈയും പിടിച്ച് നിൽക്കുകയാണ് അവരും. പക്ഷെ ആ നാട്ടുകാരും ഡോക്ടറിനെ കാണിച്ചിട്ട് ഇതാണ് നിങ്ങളുടെ ഹസ്ബൻഡ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അവരും അതൊന്നും തന്നെ അംഗീകരിക്കാതെ ലൂ ആണ് തന്റെ ഹസ്ബൻഡ് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. എന്റെ വൈഫിന് ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ വരാറുള്ളതാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും ശരിയായിക്കോളും. അതുവരെ നിങ്ങൾ കൂടുതൽ പ്രശ്നം ഒന്നും തന്നെ ഉണ്ടാക്കരുത്. ഇവരും ഇവിടെ നിന്നോട്ടെ. ഞാനായിട്ട് അങ്ങനെ ഒരു കാര്യങ്ങളും തുറന്നു പറയുന്നതായിരിക്കുകയില്ല എന്നൊക്കെ ഡോക്ടറും അവരുടെ അടുത്ത് സംസാരിച്ച് കഴിയുമ്പോഴത്തേക്കും അവരും പോകുന്നു. ആ ഒരു സ്ത്രീ ഡോക്ടറുടെ പേരൊക്കെ ഓർത്തിരിപ്പുണ്ട്. ആ ഒരു പേരായിരുന്നു ലൂവിനെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെയിരിക്കെ ഞാനൊരു ഡോക്ടറാണ്, ഇവന് മുറിവൊക്കെ പറ്റിയിട്ടുണ്ട്, ഞാനും ഇവനെ ട്രീറ്റ് ചെയ്ത് ശരിയാക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലൂവിനെ കൂട്ടിക്കൊണ്ട് ഡോക്ടർ പോകുന്നു. ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.